ഹായ്, എൻ്റെ പേര് ഷിയാസ് ബാബു, സിൽവാൻ ഹെൽത്ത് ക്ലബ്ബ്. ഇന്ന് നിങ്ങൾ കാണാൻ പോകുന്ന വീഡിയോ മാളുവെച്ചിയെ കുറിച്ചാണ്. 35 വർഷമായിട്ട് വായിലെ പുണ്ണും അതുപോലെ കാല് മുട്ടുവേദന ഇതൊക്കെ വെച്ചുകൊണ്ട് തൊഴിലുറപ്പിന് പോയിരുന്ന മാളുവെച്ചി ഇന്ന് ഈ വെൽനസ് സിസ്റ്റത്തിൽ വന്നപ്പോൾ അവിടെ എല്ലാ പിന്നെ ആരോഗ്യ പ്രശ്നങ്ങളിൽ നിന്നും മുക്തി നേടി നല്ല ഹാപ്പിയായി ഹെൽത്തി ആയി പോകുന്നു. അപ്പോൾ അവർക്ക് വന്ന മാറ്റങ്ങൾ എങ്ങനെയാണെന്ന് അവരുടെ വാക്കിലൂടെ നമുക്ക് എന്ത് ചെയ്യാം, കേൾക്കാം. ഓക്കെ. കുറെ പ്രശ്നങ്ങളുണ്ടായിരുന്നു. വേദന, പ്രഷറ്, ഗ്യാസിന്റെ സൈക്കിള്, പിന്നെ ഊരവേദന, പ്രഷറ്, കയ്യും കാലും വേദന, തരിപ്പ്, ഛർദി ഇതൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ പിന്നെ ഇത് ഗുളിക കഴിക്കുന്നുണ്ട്. പെട്ടെന്ന് ഗ്യാസിനൊക്കെ ഊറ്റിയാൽ ഞാൻ കഴിക്കാറുണ്ട്. എന്നാലും മാറ്റം വന്നിട്ടില്ല. കുറച്ചൊക്കെ അങ്ങനെ മാറ്റം വരും. ഗുളിക ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ നല്ലാതെ മാറ്റം വന്നു. അങ്ങനെ കുറെ 32 കൊല്ലമായി ഞാൻ ഗ്യാസിനും പെട്ടെന്നും ഗുളിക സ്ഥിരം കഴിച്ചുകൊണ്ടിട്ടുണ്ടായി. അങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുമ്പോ കൂടുതലാകുമ്പോ ആശുപത്രി പോയാലും അവര് വെച്ചെണ്ണ സൂചിയിട്ടും ഗ്ലൂക്കോസ് ഇട്ടും ഇപ്പൊ പിന്നെ അങ്ങനെ കുറച്ച് നോർമലായിട്ട് കുറച്ചൊക്കെ ഞാൻ നടക്കാൻ കഴിയും. അല്ലാതെ ഒന്നും കഴിയുള്ളൂ. അങ്ങനെ 32 വർഷമായിട്ട് ഞാൻ കഴിക്കുന്നത്. ഇവിടെ വന്ന് ഒരു ആഴ്ചയായപ്പോഴത്തേക്ക് കുറച്ച് സമാധാനമായി തുടങ്ങി. സമാധാനം ആയിട്ടില്ല. പിന്നെ അങ്ങനെ ഞാൻ ഇവിടെ തുടർന്ന് വന്നു. അതിന്റെ പേരിൽ എനിക്കിപ്പോ ഗ്യാസിന്റെ പ്രശ്നമില്ല, പ്രഷറിന്റെ പ്രശ്നമില്ല, കൈകാലും വേദന, തരിപ്പ് അതൊന്നുമില്ല. ഇങ്ങനെ ഞാൻ ഇവിടെ വരുന്ന കുഴപ്പമില്ലാതെ ഞാൻ നടക്കുന്നില്ല. പ്രഷറിന്റെ ഗുളിക കഴിക്കുന്നില്ല, ഗ്യാസിന്റെ ഗുളിക കഴിക്കുന്നില്ല, ഒന്നിനും ഞാൻ ഇപ്പം ഗുളിക കഴിക്കുന്നില്ല. ഗ്യാസ് ഉൾപ്പെടോളം ഒന്നുമില്ല. 15 ദിവസം തലയെത്തി ഗുളിക കഴിക്കും. പിന്നെ പ്രഷർ കൂടിയിട്ട് ഇപ്പം അങ്ങനത്തെ ഒരു പ്രശ്നമില്ല. ഇപ്പൊ 15 ദിവസം ഒഴിച്ചില്ല, ആശുപത്രി കൊണ്ടുപോകേണ്ട ആവശ്യമില്ല. സത്യം പറഞ്ഞാൽ ഇപ്പൊ 2 കൊല്ലത്തിലടുത്ത് ഞാൻ ആശുപത്രി പോയതിന്റെ കൈമ വെച്ചുകൊണ്ടിട്ട് മുറിയായിട്ട് തിന്നാനാണ് ആശുപത്രി പോയത്. ഈ 15 ദിവസം പോയായിരുന്നു ഞാൻ ഇപ്പൊ ആശുപത്രി പോണില്ല, ഇന്ന് വരെയും പോണില്ല. അങ്ങനെയാണ്. പിന്നെ ഇപ്പൊ ഇടയ്ക്കൊരു പനി വന്നു. പനി ഞാനിതേ കുറച്ച് മഴ കൊണ്ടു അത് ചാടിയാണെങ്കിൽ എനിക്ക് മനസ്സിലായി ആ പനി വന്നു. പണിക്ക് വെച്ച് കുടം കൊണ്ടുപോകാതെ പോയി. അപ്പൊ എല്ലാവരും പണിയെടുക്കുമ്പോൾ ഒത്തിരി പണിയെടുത്ത് മഴ കൊണ്ടുകൊണ്ട് എനിക്ക് വരില്ലാന്നൊരു കാര്യം. അതിന് ജലദോഷവും പനിയും വന്നു. അന്നൊന്നും ആശുപത്രി പോയി. അങ്ങനെ ഇപ്പൊ 2 വർഷത്തിലടുത്ത് 2 ദിവസം ഞാൻ ആശുപത്രി പോയി. 15 ദിവസം ആശുപത്രി പോയി എന്നാണ്. അതാ നല്ല ഇതൊക്കെ മാറിപ്പോയില്ലേ. ഈ വേദന പിന്നെ ഈ മുട്ടുവേദന ഉണ്ടായിട്ട് ആശുപത്രി പോയിട്ട് മാറ്റിയിട്ടാണ് അതിന് ഓപ്പറേഷൻ വാങ്ങാനില്ല. അതും ഒഴിവാക്കി കിട്ടി.